നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ഞാനാടാ. സോറി അച്ഛാ, ഞാൻ നന്ദിനിയാണെന്ന് വിചാരിച്ചു. ഏതായാലും മുഴുവൻ സമയം അവള് നിന്റെ മനസ്സിലുണ്ടല്ലോ, അത് തന്നെ സന്തോഷം. ഏട്ടാ, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? പെർഫെക്റ്റ്, നല്ല രസമുണ്ട്. ഇത് നീ സെലക്ട് ചെയ്തതല്ലേ? അതെ. ഗംഭീരായിട്ടുണ്ട്. താങ്ക് യു. ചേച്ചി, ഇത് കൊള്ളാവോ? ആ, ഇത് നന്നായിട്ടുണ്ടല്ലോ. എന്നിട്ടാണോ കടയിൽ പോകുമ്പോ എനിക്കൊന്നും അറിയില്ലെന്ന് സാറ് പറയുന്നത്? ഞാൻ റെഡിയാണേ. അയ്യോ, എന്ത് രസമായി ഡ്രസ്. കാർത്തൂൺ ഇഷ്ടമായില്ലേ? നല്ല സെലക്ഷൻ ആയിട്ടാ. ഇനിയിപ്പോ ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എടാ, രണ്ടുപേര് വരുന്ന കണ്ടില്ല? കൊള്ളാലോ. കൊച്ചുമോന്റെ സാരി കിട്ടിയപ്പോ മുത്തശ്ശി നല്ല സുന്ദരി പെണ്ണായല്ലോ. ഒന്ന് പോടി. നിറമൊക്കെ കൊള്ളാം, ഉടുക്കാനും നല്ല സുഖമുണ്ട്. സുദേവ, നമ്മൾ ആണുങ്ങളെ ശ്രദ്ധിക്കാൻ ഇവിടെ ആരുമില്ല കേട്ടോ. അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സാറേ. പിള്ളേരെ കാണാൻ ചന്തമുണ്ടെന്ന് പറഞ്ഞാ നമുക്ക് അത് പോരെ. അത് സത്യം. അച്ഛനിത് നന്നായിട്ട് ചേരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു, ഈ വീട്ടിൽ നിന്ന് ഇനി ആർക്കെങ്കിലും ഡ്രസ്സ് വാങ്ങാൻ പോണോന്ന് തോന്നിയാ ദൈവം തനിച്ചു പോയാ മതി. അച്ഛാ, ഇതൊക്കെ ഒരു കണക്കിന് ഒത്തു കിട്ടിയതാ എന്ന് കരുതി എന്നെ കൂടുതൽ ചുമതലകളൊന്നും ഏൽപ്പിച്ചു കളയല്ലേ പ്ലീസ്. പിന്നെ പിന്നെ എല്ലാവർക്കും അങ്ങ് കൃത്യമായിട്ട് ഒത്തു കിട്ടുകയല്ലേ. എന്റെ സാറേ, നല്ല സെലക്ഷനൊക്കെ മനസ്സിലുണ്ട്, വേണ്ടാന്ന് വെച്ചിട്ടാ. അതിപ്പോ എല്ലാവർക്കും മനസ്സിലായി. അല്ല, ഞങ്ങളെല്ലാവരും പുതിയത് ഉടുത്തല്ലോ, നിങ്ങൾ മാത്രം എന്താ പുതിയത് ഉടുക്കാത്തെ? അത് ശരിയാണല്ലോ മോളെ. നീ നിങ്ങൾ പോയി ഡ്രസ്സ് മാറ്. എടുക്കണോ? ഇനിയിപ്പോ നമുക്ക് മാറിയേക്കാം. എന്താ? അയ്യോ,
എന്താടോ എടുത്തില്ലേ? ഇത് കണ്ടോ സർ? എന്തുപറ്റി? അച്ഛാ, ഡ്രസ്സിൽ മുഴുവൻ എണ്ണയാ. അതെങ്ങനെ? എണ്ണക്കുപ്പി താഴെ വീണ് കിടക്കുന്ന കണ്ടു. അതിന്ന് ചിലപ്പോ വീണതാവും. അയ്യോ മോളെ, ഇതൊരു അപശകനമാണല്ലോ. ഏയ്, എരിയോ മറ്റോ തട്ടിമറിച്ചതാവും. പക്ഷേ നമ്മുടെ വീട്ടിൽ അങ്ങനെ എലിശല്യമൊന്നും ഇല്ലല്ലോ. അത് ഈ പൂജാമുറിയിലെ എണ്ണയും മധുരപലഹാരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വന്നൂടാന്നില്ല. പക്ഷെ എന്നാലും താഴെ എണ്ണക്കുപ്പി വീഴുമ്പോ ഇത്രയും എണ്ണ ഡ്രസ്സിലേക്ക് വീഴുമോ? നന്ദിനി, നന്ദിനി, ആഘോഷങ്ങളൊന്നും വേണ്ട സർ, ഒന്നും വേണ്ട. നന്ദിനി എന്തായി പറയുന്നേ? ഇതുവരെ ഞാൻ എല്ലാ കാര്യവും ചെയ്തിരുന്നത് ഈ ഇരിക്കുന്ന ദേവിയോട് നിമിത്തം ചോദിച്ചിട്ടാ. ഇപ്പോ ദേവിയായിട്ടൊരു നിമിത്തം എന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു അപകടത്തിന്റെ. എനിക്കിനി ഒരാഘോഷവും ഇല്ല. എല്ലാം ഞാൻ അവസാനിപ്പിച്ചു. ഏയ്, മോളെ, ചേച്ചി, നന്ദിനി, നന്ദിനി, സുദേവ, നിങ്ങളെല്ലാവരും കൂടി ചെന്ന് മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അവളുടെ മനസ്സ് ഉടഞ്ഞു പോയിട്ടുണ്ട്. ചെല്ല. ശരി സാറേ. എത്ര സന്തോഷത്തിലായിരുന്നു എല്ലാരും. എല്ലാം പെട്ടെന്ന് അവസാനിച്ചല്ലോ. മോളെ, ഇതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിയോ മറ്റോ ആയിരിക്കില്ല.